ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 7ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. 19ാം നൂറ്റാണ്ടിൽ കേരള സമൂഹം നിരവധി മതപരമായ അന്ധവിശ്വാസങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഫ്യൂഡൽ നാടുവാഴികളുടെ അടിച്ചമർത്തൽ ഭരണവും ജാതി വ്യവസ്ഥയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി. നിരവധി യുക്തിരഹിതവും ബുദ്ധിശൂന്യവുമായ ആചാരങ്ങൾ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്നു. ഈ ഫ്യൂഡൽ സംസ്കാരത്തിനെതിരെയാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ 19-20 നൂറ്റാണ്ടുകളിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ആര്യസമാജം, തിയോസഫിക്കൽ സൊസൈറ്റി എന്നീ അഖിലേന്ത്യാ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ശാഖകൾ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവയ്ക്ക് പരിമിതമായ സ്വാധീനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാദേശികമായും രൂപം കൊണ്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് പ്രധാനമായും കേരളത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയത്. ജാതി വ്യവസ്ഥക്കെതിരായും അന്ധവിശ്വാസങ്ങൾക്കെതിരായുമുള്ള അവബോധം കേരളത്തിലുണ്ടാവാൻ കാരണം ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരം പാശ്ചാത്യ ആശയങ്ങളോടുള്ള സമ്പർക്കവുമാണ്. സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി രൂപം കൊണ്ടതാണ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകി. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ആരംഭിച്ചതും അതേപോലെ തന്നെ അത് നയിച്ചതും. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മകമായ മനോഭാവം ഉണ്ടായിരുന്നു. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഏതെല്ലാം പരിഷ്കാരത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ജാതി വിലക്കുകളുടെ ഉച്ചാടനം, 2 സ്ത്രീ ശാക്തീകരണം, 3 വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, സാമൂഹിക നീതി, അധ്വാനവർഗത്തിന്റെ ഉന്നമനം, യുക്തിചിന്തയും വിമർശന ബുദ്ധിയും, പൊതു ഇടങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കൽ. ഇതൊക്കെയായിരുന്നു കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ നിലകൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേരളം ഒരു ഭ്രാന്താലയം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ജാതി വ്യവസ്ഥയുടെ കർക്കശയം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇത് ഫീൽഡ് വർക്കർ 2021 ചോദിച്ച ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ കർക്കശയം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യത്തെയാണ് ഉദയംപേരൂർ സുന്നഹദോസ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത്. PSC എക്സാമുകളിൽ ഈ ഒരു വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസ്. നടന്ന വർഷം AD 1599. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഓർത്തുവച്ചോ. AD 1599 ഉദയംപേരൂർ സുന്നഹദോസ് നടക്കുന്നത്. ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്തവര് എത്ര പേരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 813 പേരായിരുന്നു ഉദയംപേരൂർ സുന്നഹദോസിൽ പങ്കെടുത്തത്. ഓക്കെ, ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 133 കത്തനാർ, 20 ഡീക്കന്മാർ, 660 സാധാരണക്കാർ. അങ്ങനെ 813 പേരാണ് ഉദയംപേരൂർ സുന്നഹദോസിൽ 1599 പങ്കെടുത്തത്. ഉദയംപേരൂർ സുന്നഹദോസിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സി ഡി മെനസിസ് ആണ്. ആരാണ്? അലക്സി ഡി മെനസിസ്. അപ്പോൾ ഈ ഒരു ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നത് ഈ വർഷം തന്നെയാണ്. എന്നാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 1599. അതേപോലെ തന്നെ
ഇതിലാകെ എത്ര പേർ പങ്കെടുത്തു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് 813 പേരാണ്. അതേപോലെ തന്നെ ഇതിനാരാണ് അധ്യക്ഷത വഹിച്ചത് ഉദയംപേരൂർ സുന്നഹദൗസിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സി ഡി മെനസിസ് ആണ്. അലക്സി ഡി മെനസിസ്. അപ്പോൾ മക്കളെ ഓർത്തു വെച്ചോ, 3 പോയിന്റ് ആണ് ഉദയംപേരൂർ സുന്നഹദൗസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നാണ് എന്താണ് നടന്നത് എന്നുള്ളത്, അത് എന്നാണ് AD 1599. എത്ര പേരാണ് പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 813. അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലക്സി ഡി മെനസിസ് ആണ്. ഓക്കെ, അടുത്തതാണ് കൂനൻ കുരിശു പ്രതിജ്ഞ. ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു വർഷം. സുന്നഹദൗസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിനു മുമ്പിൽ സമ്മേളിച്ച് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതാണ് കൂനൻ കുരിശു പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. കൂനൻ കുരിശു പ്രതിജ്ഞയ്ക്ക് കാരണമായത് ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമാണ്. കൂനൻ കുരിശു പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനികൾ മെത്രോപൊലിത്തയായി അഭിഷേകം ചെയ്ത വ്യക്തിയാണ് ആർച്ച് ഡീക്കൻ തോമസ്. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് ഏതെന്ന് പറയുന്നത് കൂനൻ കുരിശു പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂനൻ കുരിശു പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അതിന്റെ ഡേറ്റ് ആണ് ഓർക്കേണ്ടത്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ AD 1653 ജനുവരി 3 ഉദയംപേരൂർ സുന്നഹദൗസ് നടക്കുന്നത്. സുന്നഹദൗസ് തീരുമാനങ്ങളിൽ എന്ത് ചെയ്തു? കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 എന്ത് ചെയ്തു? മട്ടാഞ്ചേരി കുരിശിനു മുന്നിൽ, പഴയ കുരിശിനു മുന്നിൽ സമ്മേളിച്ച് ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്താണ് കൂനൻ കുരിശു പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ. AD 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ. അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? ബാബിലോണിയൻ സുറിയാനി ബിഷപ്പായ മാർ അഹറ്റലയെ പോർച്ചുഗീസുകാർ വധിച്ചു എന്ന പ്രചാരണമാണ് ഈ ഒരു കൂനൻ കുരിശു പ്രതിജ്ഞയ്ക്ക് ഇടയാക്കിയ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കൂനൻ കുരിശു പ്രതിജ്ഞയ്ക്ക് ശേഷം സുറിയാനി മെത്രോപൊലിത്തയായി അഭിഷേകം ചെയ്ത വ്യക്തിയാണ് ആർച്ച് ഡീക്കൻ തോമസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തു വയ്ക്കുക. ഏത്? കൂനൻ കുരിശ് പ്രതിജ്ഞ. അപ്പോൾ നടന്ന വർഷം AD 1653 ജനുവരി 3 കൂനൻ കുരിശ്. ഉദയംപേരൂർ സുന്നഹദൗസ് ആണെങ്കിൽ AD 1599 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് പുലപ്പേടി നിരോധനം. പുലപ്പേടി നിരോധനമാണ് 1696. പ്രാചീന കേരളത്തിൽ നിലനിന്നു പോന്നിരുന്ന പ്രാകൃത ആചാരങ്ങളാണ് തിരുവിതാംകൂറിലെ മണ്ണാപ്പേടി എന്നും ഉത്തര കേരളത്തിൽ ഇത് പുലപ്പേടി അഥവാ പറപ്പേടി എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ആചാരം ഉത്തര കേരളത്തിൽ പഴുക്ക എറിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു എന്താണ് ഈ പറയുന്ന സംഭവം തന്നെ അറിയപ്പെടുന്ന പേരാണ്, അതായത് പുലപ്പേടി തന്നെയാണ് പറപ്പേടി എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ് പഴുക്ക എറിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ പുലപ്പേടി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പൊ 3 തരത്തിലാണ് ഒരേ കാര്യം തന്നെ അറിയപ്പെടുന്നത്. ഇത് എന്താണ്? പ്രാചീന കേരളത്തിൽ നിന്നിരുന്ന ആചാരങ്ങളാണ്. അതപ്പോ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞ് നായർ സ്ത്രീ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ എവിടെയെങ്കിലും ഒരു മണ്ണാൻ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാള് ഒളിഞ്ഞിരുന്ന് കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അവൾക്ക് ജാതി ഭ്രഷ്ട് വരുമെന്നാണ് പറയുന്നത്. ആ സ്ത്രീയെ പിന്നീട് സ്വന്തം വീട്ടിൽ കയറ്റില്ല. അവളെ എന്ത് ചെയ്യും? മണ്ണാന്റെ ഭാര്യയായതിന് തുല്യമായി സമുദായം കണക്കാക്കും. പുറത്തിറങ്ങുന്ന സ്ത്രീയെ അങ്ങനെ എന്ത് ചെയ്യും? ഈ പറയുന്ന മണ്ണാന് സ്വന്തം ആണ് പിന്നീട്. ഓക്കെ, അപ്പോൾ ഈ പുറത്തിറങ്ങുന്ന സ്ത്രീ ഒരു ചെറിയ ആൺകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ മണ്ണാൻ ആ സ്ത്രീയെ അടുത്തു വരാൻ ശ്രമിക്കുകയില്ല. ഈ ആചാരം നടക്കുന്ന കർക്കിടക മാസത്തിലാണ് ഈ പറയുന്ന പുലപ്പേടി മണ്ണാപ്പേടി എന്ന് പറയുന്ന ആചാരങ്ങൾ നടക്കുന്നത്. തിരുവിതാംകൂറിൽ ഈ ആചാരം ഒരു ശാസനത്തിലൂടെ നിരോധിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളവർമ്മ രാജാവാണ് എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ മണ്ണാപ്പേടി, അതേപോലെ തന്നെ പുലപ്പേടി, അതേപോലെ തന്നെ പറപ്പേടി, അതേപോലെ തന്നെ പഴുക്കയറിൽ, ഇതെല്ലാം എന്താണ്?
1696 അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇത്രയേ ഉള്ളൂ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഈ പറയുന്ന നായർ യുവതികളോ അതിന് മുകളിലേക്കുള്ള ആളുകൾ ആരെങ്കിലും എന്താണ് വീടിന്റെ പുറത്തേക്ക് സന്ധ്യസമയം കർക്കിടക മാസത്തിൽ സന്ധ്യസമയം കഴിഞ്ഞ് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ടേൻ അല്ലെങ്കിൽ ഈ പറയുന്ന മടല്, അതാണ് പഴുക്ക എന്ന് പറയുന്നത്, ഈ മടല് വെച്ച് എറിഞ്ഞ് കൊള്ളിച്ചു കഴിഞ്ഞ് കണ്ടേൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് സ്വന്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആചാരം നിലവിലുണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ രാജാവ് ആരാണ് ഈ തിരുവിതാംകൂറിൽ ഈ ആചാരം ശാസനത്തിലൂടെ നിരോധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണാട് കേരളവർമ്മ രാജാവാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ചാന്നാർ ലഹള നടന്ന വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1859 ചാന്നാർ ലഹള നടന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. ഓക്കെ, അപ്പോൾ ചാന്നാർ ലഹള അതർവൈസ് നോണസ് എന്ത് മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, അപ്പോൾ 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്കും പ്രചോദനമായി. ഓക്കെ, ഇനി ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്കുണ്ടായിരുന്നത് പോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനായിരുന്നു കേണൽ മൺട്രോ. നമ്മൾ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന്റെ അകത്ത് കേണൽ മൺട്രോനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ ഈ ഡിസ്കസ് ചെയ്താണ് ഈ പോയിന്റ്. അപ്പോൾ ക്രിസ്തുമതത്തിലേക്ക്, അതായത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് എന്ത് ചെയ്യായിരുന്നു? കുപ്പായം ധരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയ ദിവാനായിരുന്നു കേണൽ മൺട്രോ. ബാക്കിയുള്ളവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1859 ജൂലൈ 26. 2023 തമിഴ്നാട് സർക്കാർ 200ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചാന്നാർ ലഹളയാണ്. ഓക്കെ, അപ്പോൾ 2023 തമിഴ്നാട് സർക്കാർ 200ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത് ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാന്നാർ ലഹള ഒന്ന് ഓർത്തു വച്ചോ. എന്താണ് ചാന്നാർ ലഹള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ്. അതായത് എന്താണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത് ചാന്നാർ ലഹള. നടന്ന വർഷം 1859 ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ചാന്നാർ ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു എന്തെന്ന് പറയുന്നത് മേൽമുണ്ട് സമരം എന്ന പേരിൽ അറിയപ്പെട്ടതും ഏത് തന്നെയാണ്? ചാന്നാർ ലഹളയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1822 വൈകുണ്ഠ സ്വാമികളാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാം അച്ചിപ്പുടവ സമരം. അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഓക്കെ, അച്ചിപ്പുടവ സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നത് സവർണർക്ക് മാത്രമായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ ആണായാലും പെണ്ണായാലും മുട്ടിനു താഴെ വസ്ത്രം ധരിക്കാൻ അനുവദിച്ചിരുന്നില്ല. വേലായുധ പണിക്കർ ഏതാനും ഈഴവ യുവതികളെ അച്ചിപ്പുടവ ഉടുപ്പിച്ച് കായംകുളത്തിനടുത്ത് പതിയൂരിൽ പരേഡ് ചെയ്യിപ്പിച്ച സാഹചര്യം. പതിയൂരിൽ അച്ചിപ്പുടവ കൊടുത്ത് ഈഴവ യുവതിയുടെ പുടവ സവർണർ വലിച്ചു കീറിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ത്രീകൾക്കും മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായി പണിക്കർ ആറാട്ടുപുഴയിലും പരിസരത്തും പണിമുടക്ക് നടത്തി. സവർണർ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും ആ പ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് അച്ചിപ്പുടവ കൊടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ഇതാണ് എന്തെന്ന് പറയുന്നത് അച്ചിപ്പുടവ സമരം എന്ന് പറയുന്നത്. അപ്പോൾ അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത്, അതാണ് ഏറ്റവും കൂടുതൽ
PSC ചോദിച്ചേക്കണത്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അത് ഏതാണ്? താഴ്ന്ന ജാതിക്കാരായുള്ള ആണുങ്ങൾക്കും അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്കും എന്താണ് ഈ പറയുന്ന പുടവ, അച്ചിപ്പുടവ ധരിക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഓക്കെ, അടുത്തതാണ് മുക്കുത്തി സമരം. മുക്കുത്തി സമരം നയിച്ചതും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അവർണ സ്ത്രീകൾക്ക് അക്കാലത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ അവകാശമുണ്ടായിരുന്നില്ല. പന്തളം ചന്തയിൽ അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മുക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടത് വേലായുധ പണിക്കർ. അതേപോലെ തന്നെ അവർണ സ്ത്രീകൾക്ക് മൂക്കിൽ ധരിച്ചിരുന്ന ഈർക്കിളിയും പിച്ചള കമ്പികളും മാറ്റി പൊന്നിൻ മുക്കുത്തി ധരിച്ച ഈ സംഭവം അറിയപ്പെട്ടതാണ് മുക്കുത്തി സമരം. ഓക്കെ, അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അച്ചിപ്പുടവ സമരം, അതിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മുക്കുത്തി സമരവും. ഓക്കെ, അപ്പോൾ മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാ? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അതായത് അവർണ സ്ത്രീകൾ മൂക്കിൽ ധരിച്ചിരുന്ന ഈർക്കിളിയും അതേപോലെ തന്നെ പിച്ചള കമ്പികളും മാറ്റി അവിടെ പൊന്നിൻ മുക്കുത്തി ധരിച്ച സംഭവമാണ് ഏതെന്ന് പറയുന്നത് മുക്കുത്തി സമരം എന്നറിയപ്പെടുന്നത്. ഇത് പന്തളം ചന്തയിലാണ് അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മുക്കുത്തി ധരിക്കാൻ ആരാവശ്യപ്പെട്ടത്? വേലായുധ പണിക്കർ. അങ്ങനെയാണ് ഈ പറയുന്ന ഈ അവർണ സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ അണിയാനുള്ള അവകാശം നേടിയെടുത്തത്, അതും മുക്കുത്തി ധരിക്കാനുള്ള. ഓക്കെ, അപ്പോൾ സ്വർണ്ണ മുക്കുത്തി ധരിക്കാൻ വേണ്ടിയിട്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് മുക്കുത്തി സമരം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് സമരവും മക്കളെ ഓർക്കണം. അതായത് ഏതൊക്കെയാണ്? ഒന്ന് അച്ചിപ്പുടവ, അതേപോലെ തന്നെ മുക്കുത്തി സമരം. രണ്ടും ആര് തന്നെയാ? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഓക്കെ, അടുത്തതാണ് മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം, ബേസ് ചോദ്യമാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത്. 1891 ജനുവരി 1. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ്, KP ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത്. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ആരായിരുന്നു ദിവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ T രാമറാവു. ഓർത്തു വെച്ചോ, T രാമറാവു. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് ആര്? എഡ്ലി നോട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? എഡ്ലി നോട്ടൺ ആണ്. ഓക്കെ, മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻ. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രമായിരുന്നു മിതഭാഷി. പിന്നീട് ഇത് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. ഇതിങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്.
തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. എന്ത്? തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. മലയാളി മെമ്മോറിയൽ നിലവിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സംഭവമാണ് മലയാളി മെമ്മോറിയൽ. എന്നാണ് സമർപ്പിക്കപ്പെട്ടത്? 1891 ജനുവരി 1. നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. എത്ര പേർ ഒപ്പിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 10,028 പേരാണ് ഒപ്പിട്ടത്. ആദ്യം ഒപ്പിട്ടത് ആരാന്ന് ചോദിച്ചാൽ KP ശങ്കരമേനോൻ, മൂന്നാമതായി ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാൻ T രാമറാവു. അതേപോലെ തന്നെ ഇതിന് നിയമസഹായം നൽകിയത് യഡ്ലി നോട്ടൻ ആണ്. ഇതിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ CV രാമൻ പിള്ള. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ളയാന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീമൂലം തിരുനാളിനാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് എതിർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാണ് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1891 ജൂൺ 3 എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത്. എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തവൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? E രാമയ്യർ, രാമനാഥൻ റാവു എന്നിവരായിരുന്നു എന്തെന്ന് പറയുന്നത് എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. E രാമയ്യർ അതേപോലെ തന്നെ രാമനാഥൻ റാവു എന്നിവരാണ് എതിർ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ മലയാളി മെമ്മോറിയലിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എതിർ മെമ്മോറിയൽ. ഇത് 1891 ജൂൺ 3 സമർപ്പിച്ചത്. ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ശ്രീമൂലം തിരുനാളിന് മുന്നിലാണ്. ഓക്കെ, ഇനി ഒരു മെമ്മോറിയൽ കൂടി നമുക്ക് പഠിക്കണം. ഈഴവ മെമ്മോറിയൽ. ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാന്നുള്ളത് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. 1896 സെപ്റ്റംബർ 3. വെരി ഇമ്പോർട്ടന്റ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമാണ് 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. ദിവാൻ ശങ്കര സുബ്ബയ്യാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴ്സൺ പ്രഭുവിന്റെ മുന്നിലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഈഴവ മെമ്മോറിയൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1896 സെപ്റ്റംബർ 3. ആരാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പൽപ്പു ആണ്. എത്ര പേരാണ് ഒപ്പിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13,176 പേരാണ്. അതേപോലെ തന്നെ ഇത് സമർപ്പിച്ചത് ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളിന് മുന്നിലാണ് ഇത് സമർപ്പിച്ചത്. അതിൻ്റെ കൂടെ തന്നെയാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ. അത് 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴ്സൺ പ്രഭുവിന്റെ മുന്നിലാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 3 മെമ്മോറിയലുകളാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മലയാളി മെമ്മോറിയൽ, 2 ഏതാണ്? നമ്മുടെ എതിർ മെമ്മോറിയൽ, 3 നമ്മുടെ ഈഴവ മെമ്മോറിയൽ. ഇതിൻ്റെ അകത്ത് മലയാളി മെമ്മോറിയൽ ആണെങ്കിൽ 1891 ജനുവരി 1. എതിർ മെമ്മോറിയൽ ആണെങ്കിൽ 1891 ജൂൺ 3. ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ 1896 സെപ്റ്റംബർ 3. ഈ 3 മലയാളി മെമ്മോറിയൽ ആണെങ്കിലും എതിർ മെമ്മോറിയൽ ആണെങ്കിലും ഈഴവ മെമ്മോറിയൽ ആണെങ്കിലും ആരുടെ മുന്നിലാണ്, ഏത് തിരുവിതാംകൂർ രാജാവിന്റെ മുന്നിലാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീമൂലം തിരുനാളിന് മുന്നിലാണ് ഈ പറയുന്ന 3 മെമ്മോറിയലുകളും സമർപ്പിച്ചത് എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാം വില്ലുവണ്ടി സമരം. പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന
സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരമായിരുന്നു വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരമാണ് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. ഓക്കെ, അക്കാലത്തെ മേൽജാതിക്കാർ മാത്രമേ കാളവണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് നിലവിൽ എന്ത് നടത്തിയത്, ഈ പറയുന്ന വില്ലുവണ്ടി സമരം നടത്തിയത്. അപ്പോൾ വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കാളവണ്ടിയിൽ സഞ്ചരിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വില്ലുവണ്ടി സമരം നടത്തിയത്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. അപ്പോൾ വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. എവിടെ മുതൽ എവിടെ വരെയായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയത്? എവിടെ മുതലാ? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. ഓക്കെ, അടുത്തത് അയ്യങ്കാളിയുടെ കർഷക സമരം 1909. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത് 1909. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത് 1909. അയിത്തജാതി കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കാൻ ആവില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെ നടന്ന സമരമാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന അയ്യങ്കാളിയുടെ കർഷക സമരം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യവുമായി ജന്മിമാർക്കെതിരെ നടത്തിയ സമരമാണ് ഈ പറയുന്ന കർഷക സമരം. തിരുവിതാംകൂറിലെ ആദ്യകാല കർഷക സമരങ്ങളിൽ ഒന്നാണ് അയ്യങ്കാളി നയിച്ച കർഷക സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലെ ആദ്യത്തെ കർഷക സമരം നടന്ന വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്നാണ്? 1909 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, കർഷക സമരം. അപ്പോൾ ഈ ഒരു നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അയ്യങ്കാളിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് ഒത്തിരി പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. അതായത് കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷക സമരം 1909 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912 നെടുമങ്ങാട് ചന്തലഹള നടന്നത്. നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയിത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നത് അയ്യങ്കാളിയും സംഘവും ചോദ്യം ചെയ്തു. ലഹളയോടുകൂടി നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിത വിഭാഗവും കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടായി. ഓക്കെ, അപ്പോൾ നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1912 നെടുമങ്ങാട് ചന്തലഹള നടന്നത്. ആരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. അതായത് അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നത് അയ്യങ്കാളിയും സംഘവും ചോദ്യം ചെയ്ത് അവിടെ നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിത വിഭാഗവും കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഒരുക്കിയ ലഹളയായിരുന്നു നെടുമങ്ങാട് ചന്തലഹള എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത് 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹള അഥവാ ഊരൂട്ടമ്പലം സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ചില പുസ്തകങ്ങളിൽ ഇത് പുലയ ലഹള എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? 90-ാം ആണ്ട് ലഹള, അതേപോലെ തന്നെ ഊരൂട്ടമ്പലം ലഹള, അതേപോലെ തന്നെ എന്താണ് പുലയ ലഹള എന്നീ പേരുകളിലൊക്കെ 90-ാം ആണ്ട് ലഹള അറിയപ്പെടുന്നു. കൊല്ലവർഷം 1090 നടന്നതിനാലാണ് 90-ാം ആണ്ട് ലഹള എന്ന് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ 1915 ഈ ലഹള 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? 1090 ഈ ലഹള നടക്കുന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരൂട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ തടഞ്ഞു. അന്നു രാത്രി തന്നെ സ്കൂൾ കത്തിക്കുകയും ചെയ്തു. അതാണ് ലഹളയൊക്കെ നയിച്ചത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യം ഓർത്താൽ മതി. 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹളയാണ് 90-ാം ആണ്ട് ലഹള എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ,
അടുത്തത് CMI കാർമലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. CMI എന്താണ്? കാർമലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. ഓക്കെ, അതായത് സ്ഥാപകൻ കുര്യാക്കോസ് എലിയാസ് ചാവറ. സ്ഥാപിതമായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1831 മെയ് 11 മാന്നാനം, കോട്ടയം. ഓക്കെ, അപ്പോൾ CMI കാർമലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. ഓക്കെ, സ്ഥാപിതമായ വർഷം 1831 മെയ് 11 മാന്നാനം, കോട്ടയം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMI ആണ്. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചവറയച്ചനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു വ്യക്തികളായിരുന്നു പാലക്കൽ തോമൻ, അതേപോലെ തന്നെ പോരുകര തോമസ് അച്ഛൻ. ഓക്കെ, അപ്പോൾ പാലക്കൽ തോമനും അതേപോലെ തന്നെ പോരുകര തോമസ് അച്ഛനുമായിരുന്നു CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചവറയച്ചനെ സഹായിച്ചിരുന്നവര്. CMIയുടെ ആദ്യ സുപ്പീരിയർ ജനറലാണ് കുര്യാക്കോസ് എലിയാസ് ചവറ. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചതും കുര്യാക്കോസ് എലിയാസ് ചവറയാണ്. കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? കുര്യാക്കോസ് എലിയാസ് ചവറ. അപ്പോൾ കേരളത്തില് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? കുര്യാക്കോസ് എലിയാസ് ചാവറ. അപ്പോൾ CMI എന്ന് പറയുന്ന കാർമലേറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് ഇത് സ്ഥാപിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1831 മെയ് 11 മാന്നാനം, കോട്ടയമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് സമത്വ സമാജം. സമത്വ സമാജം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഒത്തിരി എക്സാമുകളിൽ PSC ചോദിച്ച ചോദ്യമാണ്. സമത്വ സമാജം ആരുടെ സംഘടനയാണ്, എന്നാണ് സ്ഥാപിതമായത് എന്നൊക്കെ. അപ്പോൾ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമത്വ സമാജത്തിന്റെ വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികൾ. സ്ഥാപിതമായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1836 സമത്വ സമാജം സ്ഥാപിതമാകുന്നത്. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് ബോധം സൃഷ്ടിക്കാനായി രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജം. വെരി വെരി ഇമ്പോർട്ടൻ്റ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശുചീന്ദ്രമാണ്. ഓക്കെ, അപ്പോൾ സമത്വ സമാജം എന്ന് പറയുമ്പോൾ ആരുടെ സംഘടനയാണ് സമത്വ സമാജം? വൈകുണ്ഠ സ്വാമികളുടെയാണ്. എന്നാണ് സമത്വ സമാജം സ്ഥാപിതമായതെന്ന് ചോദിച്ചാലോ 1836. അതായത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? സമത്വ സമാജം 1836. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP. സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. സ്ഥാപിതമായ വർഷം 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യ SNDP എന്നാണ് സ്ഥാപിതമായതെന്നുള്ളത്. എന്നാ 1903 മെയ് 15. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തിയും പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടന SNDP. ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? കൊല്ലത്താണ് SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കൊല്ലമാണ്. ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. കുമാരനാശാൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റായ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1923 അരുവിപ്പുറത്താണ് കുമാരനാശൻ SNDP യോഗത്തിന്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റത്. തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഏതെന്ന് പറയുന്നത്? SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാന്നുള്ളത്. ഏതാണ്? വാവൂട്ട് യോഗമാണ് SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറത്തെ ക്ഷേത്രയോഗം. ഇനി അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1898
അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം. SNDPയുടെ ആദ്യ മുഖപത്രം, ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം. ഏതാണ്? വിവേകോദയം. ഓക്കെ, വിവേകോദയം ആരംഭിച്ചത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1904 മെയ് 13 വിവേകോദയം ആരംഭിച്ചത്. അപ്പോൾ വിവേകോദയം ആരംഭിച്ചത് എന്നാ? 1904 മെയ് 13. വിവേകോദയത്തിന്റെ സ്ഥാപകനാണ് കുമാരനാശാൻ. വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപരാണ് M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. അപ്പോൾ ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവേകോദയമാണ്. വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് സ്വാമി വിവേകാനന്ദൻ എന്ന വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണ് വിവേകോദയം എന്ന് ആ പത്രത്തിന് പേര് നൽകിയത്. കുമാരനാശാൻ തന്റെ ശ്രീബുദ്ധ ചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് വിവേകോദയം. പിൽക്കാലത്ത് വിവേകോദയം വിലക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചത് CR കേശവനാണ്. ഓക്കെ, അപ്പോൾ പിൽക്കാലത്ത് വിവേകോദയം വിലക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചത് CR കേശവൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗനാഥമാണ്. അപ്പോൾ ആദ്യം വിവേകോദയമായിരുന്നു, ഇന്ന് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗനാഥമാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP എന്നാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1903 മെയ് 15 ആസ്ഥാനം കൊല്ലം ചോദിച്ചിട്ടുണ്ട്. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു, അതേപോലെ തന്നെ ഉപാധ്യക്ഷൻ പൽപ്പു, ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. അതേപോലെ തന്നെ വിവേകോദയവും യോഗനാഥവും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും അടുത്ത ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഈഴവ സഭ. സ്ഥാപകൻ ഡോക്ടർ പൽപ്പു ആണ് ഈഴവ സഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. സ്ഥാപിതമായ വർഷം 1896. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ പൽപ്പു. അപ്പോൾ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ പൽപ്പു. മഹാ ഈഴവ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ് 1902. അസോസിയേഷൻ സ്ഥാപിച്ചത് TK മാധവൻ. അപ്പോൾ ഈഴവ മഹാസഭ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പൽപ്പു. സ്ഥാപിതമായത് 1896 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് സാധുജന പരിപാലന സംഘം. സ്ഥാപകൻ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. സ്ഥാപിതമായ വർഷം PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1907. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. ഓക്കെ, അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയാണ്. സ്ഥാപിതമായ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അയ്യങ്കാളി ഇത് ആരംഭിച്ചത്. അതേപോലെ തന്നെ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് SNDP ആണ്. ഓക്കെ, അപ്പോൾ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SNDP ആണ്. അപ്പോൾ ഇതെന്നാണ് സ്ഥാപിതമായത്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. ഓക്കെ, ഇനി താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘത്തിന്റെ പ്രമുഖ പത്രമാണ് സാധുജന പരിപാലിനി. ഓക്കെ, അപ്പോൾ സാധുജന പരിപാലിനി എന്ന് പറയുന്നതാണ് സാധുജന പരിപാലന സംഘത്തിന്റെ പ്രമുഖ പത്രം എന്ന് പറയുന്നത്. 1913 സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപനാണ് ചെമ്പത്തറ കാളിച്ചോദൻ. ഓക്കെ, അപ്പോൾ 1913 സാധുജന പരിപാലിനിയുടെ മുഖപത്രാധിപനാണ് ആരെന്ന് പറയുന്നത്?
ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ. ചെമ്പത്തറ കാളിച്ചോതി കറുപ്പനാണ് സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധുജന പരിപാലനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത്. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലമാണ് ചങ്ങനാശ്ശേരി. സുദർശന പ്രസിൽ നിന്നുമാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണം എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1938 സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത്. ഓക്കെ, അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപകൻ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, അയ്യങ്കാളിയാണ്. സ്ഥാപിതമായ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1907 ഉള്ളത്, ഓർത്തു വയ്ക്കുക. സാധുജന പരിപാലിനിയാണ് അവരുടെ എന്തെന്ന് പറയുന്നത്, പ്രമുഖ പത്രം എന്ന് പറയുന്നത്. അതേപോലെ ഇതിന്റെ പത്രാധിപനായിരുന്നു ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് യോഗക്ഷേമ സഭ. സ്ഥാപിതമായ വർഷം 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനാണ് VT ഭട്ടതിരിപ്പാട്. ഓക്കെ, അപ്പോൾ യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദിയാണ് ആലുവ. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ, നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ്, നമ്പൂതിരിയെ മനുഷ്യരാക്കുക. യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു ചങ്ങമ്പുഴ. യോഗക്ഷേമ പുറത്തിറക്കിയ 2 മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും അതേപോലെ തന്നെ യോഗക്ഷേമവും. അപ്പോൾ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അതായത് ഒന്നാണ് ഉണ്ണി നമ്പൂതിരി, അതേപോലെ തന്നെ യോഗക്ഷേമം. ഓക്കെ, പുറത്തിറക്കിയ 2 മാസികകൾ. ഓക്കെ, പത്രമല്ല, മാസികയാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. VTയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിച്ചത് 1919 യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനമാണ് 1933. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VT ഭട്ടതിരിപ്പാടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പറയുന്ന സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓരോ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും എന്നാണ് നിലവിൽ വന്നത്, അതേപോലെ തന്നെ ആരായിരുന്നു അതിൻ്റെ സ്ഥാപകൻ എന്നുള്ളതും കൃത്യമായി തന്നെ പഠിച്ചു പോകണം. കാരണം എല്ലാ എക്സാമുകൾക്കും അത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞതിൻ്റെ എല്ലാം ഒന്ന് ഓടിച്ചു പറയാം. ഉദയംപേരൂർ സുന്നഹദോസാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 1599 AD 1599 ഉദയംപേരൂർ സുന്നഹദോസ്. മൊത്തം പങ്കെടുത്ത ആളുകൾ 813 അധ്യക്ഷത വഹിച്ചത് അലക്സി ഡി മെനസിസ് ആണ്. കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1653 ജനുവരി 3 അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിലവിൽ പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവമായിരുന്നു കൂനൻ കുരിശ് പ്രതിജ്ഞ. പുലപ്പേടി നിരോധനം 1696 നടക്കുന്നത്. ചാന്നാർ ലഹള 1859 അച്ചിപ്പുടവ സമരം ആരാണ് നേതൃത്വം നൽകിയത്? ആറാട്ടുപുഴ വേലായുധ പണിക്കര്. മുക്കുത്തി സമരവും ആര് തന്നെയാ? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നെ നമ്മൾ 3 മെമ്മോറിയലുകളാണ് പഠിച്ചത്. ഒന്ന് മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1, അതേപോലെ എതിർ മെമ്മോറിയൽ 1891 ജൂൺ 3, ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3. അടുത്തത് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അതേപോലെ തന്നെ അയ്യങ്കാളിയുടെ കർഷക സമരം നടന്നത് 1909. നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം 1912. 90-ാം ആണ്ട് ലഹള 1090 നടന്നുകൊണ്ടാണ് അതിനെ 90-ാം ആണ്ടെന്ന് വിളിച്ചത്. നടന്നത് 1915. CMI സ്ഥാപിതമായത് 1831 മെയ് 11 മാന്നാനം കോട്ടയത്താണ്.
സമത്വ സമാജമാണെങ്കിൽ വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ വന്ന സംഘടനയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. സ്ഥാപിതമായത് 1836. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണെങ്കിൽ അത് SNDP 1903 മെയ് 15. ആസ്ഥാനം കൊല്ലമാണ്. അതേപോലെ തന്നെ ആദ്യത്തെ പത്രം വിവേകോദയം, ഇപ്പോൾ യോഗനാഥം. അതേപോലെ ഈഴവ സഭ 1896, സാധുജന പരിപാലന സംഘം 1907, അയ്യങ്കാളി. യോഗക്ഷേമ സഭ എന്ന് പറയുന്നത് VT ഭട്ടതിരിപ്പാട്, സ്ഥാപിതമായത് 1908. ഇനി നമുക്ക് ഇംഗ്ലീഷും മലയാളവും മാത്സുമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം. വൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് എർത്ത്. ഓക്കെ, വൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് എർത്ത്. ആരാണോ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നത് അവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജിയോളജിസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് എർത്ത് ജിയോളജിസ്റ്റ് ആണ്. വൺ ഹൂ ഈറ്റ് വെജിറ്റബിൾ. ആരാണോ വെജിറ്റബിൾ കഴിക്കുന്നത് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? വെജിറ്റേറിയൻ എന്നാണ് വിളിക്കുന്നത്. വൺ ഹൂ ഈറ്റ് എ വെജിറ്റബിൾസ്, വെജിറ്റേറിയൻ. വൺ ഹൂ ബിലീവ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ ഹയസ്റ്റ് ടൂൾ. അപ്പോൾ സന്തോഷത്തിന് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹെഡോണിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. വൺ ഹൂ റൺസ് അവേ ഫ്രം ദ ജസ്റ്റിസ്, അതായത് നിയമത്തിൽ നിന്നും ഒളിച്ചോടുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫുജിറ്റീവ് എന്ന് വിളിക്കുന്നത്. വൺ ഹൂ ബിലീവ്സ് ഇംപ്ലിസിറ്റി ഇൻ ഫേറ്റ്, അതായത് വിധിയെ വിശ്വസിക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. വൺ ഹൂ ചാമ്പ്യൻസ് കോസ് ഓഫ് വുമൺ ആണ് ഫെമിനിസ്റ്റ്. വൺ ഹൂ ഈസ് സിമ്പതറ്റിക് ടു മാൻകൈൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമാനിറ്റേറിയൻ. വൺ ഹൂ പ്രിറ്റൻസ് ടു ബി വാട്ട് ഹീ ഈസ് നോട്ട് ആണ് ഹിപ്പോക്രാറ്റ് എന്ന് പറയുന്നത്. വൺ ഹൂ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ് ആണ് ഇല്ലിറ്ററേറ്റ്. വൺ ഹൂ കനോട്ട് ഡൈ ഇമ്മോർട്ടൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് പഠിക്കാനുള്ളത്. വൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് എർത്ത് ആണ് ജിയോളജിസ്റ്റ്. വൺ ഹൂ ഈറ്റ് വെജിറ്റബിൾസ് ആണ് വെജിറ്റേറിയൻ. വൺ ഹൂ ബിലീവ്സ് ദാറ്റ് പ്ലഷർ ഈസ് ദ ഹയസ്റ്റ് ടൂൾ, ഹെഡോണിസ്റ്റ്. വൺ ഹൂ റൺസ് അവേ ഫ്രം ജസ്റ്റിസ് ആണ് ഫുജിറ്റീവ്. വൺ ഹൂ ബിലീവ്സ് ഇംപ്ലിസിറ്റി ഇൻ ഫേറ്റ് ആണ് ഫാറ്റലിസ്റ്റ്. വൺ ഹൂ ചാമ്പ്യൻസ് ദ കോസ് ഓഫ് വുമൺ ആണ് ഫെമിനിസ്റ്റ്. വൺ ഹൂ ഈസ് സിമ്പതറ്റിക് ടു മാൻകൈൻഡ് ആണ് ഹ്യൂമാനിറ്റേറിയൻ. വൺ ഹൂ പ്രിറ്റൻസ് ടു ബി വാട്ട് ഹീ ഈസ് നോട്ട് ആണ് ഹിപ്പോക്രൈറ്റ്. വൺ ഹൂ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ് ആണ് ഇല്ലിറ്ററേറ്റ്. വൺ ഹൂ കനോട്ട് ഡൈ ഇമ്മോർട്ടൽ. ഓക്കെ, വൺ ഹൂ കനോട്ട് ഡൈ ആണ് ഇമ്മോർട്ടൽ. ഇനി മലയാളത്തിലെ ശൈലികൾ നമുക്കൊന്ന് നോക്കാം. കാർക്കോടക നയം എന്ന് പറഞ്ഞാൽ രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാർക്കോടക നയം, രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം. കുലം കുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബം നശിപ്പിക്കുന്നവനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇവനൊരു കുലം കുത്തിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബം നശിപ്പിക്കുന്നവനാണ് കുലം കുത്തി. കുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് കുഷി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ. കുഴിയിലേക്ക് കാല് നീട്ടുക, വയസ്സാവുക, അല്ലെങ്കിൽ മരിക്കാറായി കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അതെന്താണ്? വയസ്സാവുക അല്ലെങ്കിൽ മരിക്കാറാവുക. കുളത്തിലെ വിളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസരിപ്പില്ലാത്തവനെയാണ് കുളത്തിലെ വിളവ് എന്ന് പറയുന്നത്. ഇനി കൊണ്ട കെട്ടുക, മൂടി വെക്കുക എന്നതാണ് കൊണ്ട കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം. കുതികാൽ വെട്ടി എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ല, ഇവനൊക്കെ കുതികാൽ വെട്ടിയാണ്, അതായത് ചതിയനെയാണ് കുതികാൽ വെട്ടി എന്ന് പറയുന്നത്. കിണ്ണം മുട്ടുക, വിളംബരം ചെയ്യുക. കാറ്റു വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക, ചെറിയ തെറ്റ് ചെയ്ത് വലിയ ദുഷ്ഫലം അനുഭവിക്കുക. കാക്കക്കണ്ണിടുക, ഗൂഢമായി നോക്കുക എന്നതാണ് കാക്കക്കണ്ണിടുക, ഗൂഢമായി നോക്കുക. കണ്ണിൽ മണ്ണിടുക, ഒരു കാര്യത്തിൽ പ്രത്യേക ദൃഷ്ടിയോടെ ഇരിക്കുന്നയാളെ കബളിപ്പിക്കുക, അതാണ് കണ്ണിൽ മണ്ണിടുക, ഒരു കാര്യത്തിൽ പ്രത്യേക ദൃഷ്ടിയോടെ ഇരിക്കുന്നയാളെ കബളിപ്പിക്കുക. അടുത്തത് ഏത്തമിടിവിക്കുക, അഹങ്കാരം ശമിപ്പിക്കുക എന്നാണ് ഏത്തമിടിവിക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മലയാളത്തിലെ നമുക്ക് പഠിക്കാനുള്ള ശൈലികൾ. കാർക്കോടക നയം, രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം. കുലംകുത്തി, കുടുംബം നശിപ്പിക്കുന്നവൻ. കുഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്തവനാണ് കുഷി. കുഴിയിലേക്ക് കാലു നീട്ടുക എന്നത് വയസ്സാവുക അല്ലെങ്കിൽ മരിക്കാറാവുക എന്നതാണ്. കുളത്തിലെ വിളവ് പ്രസരിപ്പില്ലാത്തവൻ എന്നതാണ്. കൊണ്ട കെട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂടി വയ്ക്കുക. കുതുകാൽ വെട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചതിയനാണ്. കിണ്ണം മുട്ടുക, വിളംബരം ചെയ്യുക. കാറ്റു വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക, ചെറിയ തെറ്റ് ചെയ്ത് വലിയ ദുഷ്ഫലം അനുഭവിക്കുക. കാക്ക കണ്ണിടുക, ഗൂഢമായി നോക്കുക എന്നതാണ് കാക്ക കണ്ണിടുക. കണ്ണിൽ മണ്ണിടുക, ഒരു കാര്യത്തിന് പ്രത്യേക ദൃഷ്ടിയോടെ ഇരിക്കുന്നയാളെ കബളിപ്പിക്കുക. ഏത്തമിടിവിക്കുക, അഹങ്കാരം ശമിപ്പിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ,
ഇനി നമുക്ക് കണക്കിൽ നിന്ന് ചെയ്യാനുള്ളത് സംഖ്യകളാണ്. നമ്പേഴ്സിൽ 25 ചോദ്യങ്ങൾ ഞാൻ ടെലഗ്രാമിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ആൻസർ ചെയ്യുക. അതിനുശേഷം എന്താണ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇതിൻ്റെ ആൻസർ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പോൾ അത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഫൈനൽ റിവിഷൻ്റെ സമയത്ത് നമുക്കത് ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും അതേപോലെ തന്നെ കമൻസും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഉള്ളൂ. നാളെ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.